ഇഷ്ടപ്പെടുന്ന ഉസ്താദന്മാരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ടോ. അവര് പലരും മുടി വളർത്തിയവരാണ്, പലരും കീറിയ മുണ്ടപിടാ പാൻറ് ധരിച്ചവരാണ്. എന്നാലും മക്കളെ വല്ലാത്ത സ്നേഹമാണ്. മുടി വളർത്തി എല്ലാവരും കഞ്ചാവാണെന്ന് ഞാൻ പറയൂല. കീറിയ പാൻറ് ധരിച്ചവര് മുഴുവനും അല്ലാഹനെ മറന്ന് നടക്കുന്നവരാണെന്ന് പറയൂല. അവരുടെ കൂട്ടത്തിലും നല്ല മക്കളുണ്ടോ. പടച്ചവനെ എന്ത് നല്ല കാഴ്ചയെന്നറിയുമോ? വണ്ടിയിൽ വന്നിറങ്ങിയത് മുതല് പടച്ചവനെ ത്വാഹ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കൂടെ 19 ചെറുപ്പക്കാരാണ്. റബ്ബേ, എന്തൊരു സ്നേഹമെന്നറിയുമോ? കഴിഞ്ഞ ഉറൂസിന് കടന്നു വന്നപ്പോ അന്ന് വളരെ സന്തോഷത്തോടെ കൊണ്ടുവന്ന ചെറുപ്പക്കാർ ഇന്നും സ്നേഹത്തോടെ പടച്ചവര് ഉസ്താദന്മാരുമായി ഖിദ്മത്ത് ചെയ്യാൻ നടക്കുന്നത് കണ്ടപ്പോ വല്ലാത്ത സന്തോഷം തോന്നി. പടച്ചവന് ആ മക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാ, അവരുടെ ഈമാൻ നിലനിർത്തി കൊടുക്കണേ അല്ലാ. ആ ചെറുപ്പക്കാരോട് പറയുകയാ, ഉള്ളാളത്തിന്റെ പരിസരത്തുള്ള യുവത്വമേ, ഫുളൈൽ ഇബ്നു ഇയാദ് ആരാണെന്നറിയുമോ മോനെ? കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവാ, കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവാ. ഫുളൈലിന്റെ ഏറ്റവും വലിയ ഹോബി എന്തെന്നറിയുമോ? ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട അവളുമായി ശാരീരികമായി ബന്ധപ്പെടുന്നവനാ. അല്ലാതെ സമാധാനം വരൂല, അല്ലാതെ സമാധാനം വരൂല. പടച്ചവനെ, ഫുളൈൽ ഇബ്നു ഇയാദ് ഏതെങ്കിലും ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ അവളെ വ്യഭിചരിക്കുന്നവനാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫുളൈലിന്റെ കൂട്ടുകാര് പറയുന്നത്, ഫുളൈല്, ഏതു പെണ്ണിനെയും നീ വളയ്ക്കുമല്ലോ, എന്നാ ഞങ്ങളൊരു പെണ്ണിനെ കാണിച്ചു തരാ, ഞങ്ങളൊരു പെണ്ണിനെ കാണിച്ചു തരാ. പറ്റുമെങ്കിൽ നിനക്കൊന്ന് വളയ്ക്കാൻ പറ്റുമോ? അവളെയൊന്ന് പരാജയപ്പെടുത്താൻ പറ്റുമോ? എങ്കിലും ഞങ്ങൾ സമ്മതിക്കാൻ, നീ ആൺകുട്ടിയാണെന്ന്. ഫുളൈൽ ഇബ്നു ഇയാദിനൊരു പെണ്ണിനെ കാണിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന സുന്ദരിയായ ഒരു പെണ്ണ്. ഫുളൈൽ ആ പെണ്ണിന്റെ പുറകിൽ നടക്കുകയാണ്. പടച്ചവനെ, എത്ര നടന്നിട്ടും അവള് പരിഗണിക്കുന്നില്ല, അവള് സഹകരിക്കുന്നില്ല. ഫുളൈൽ തന്റെ ആഗ്രഹം പറയുകയാണ്. പെണ്ണൊന്നും മിണ്ടാതെ നടക്കുന്നത് കണ്ടപ്പോ ഫുളൈലിന് വല്ലാത്ത ദേഷ്യമാവുകയാണ്. അങ്ങനെ ആരാരുമില്ലാത്ത ഒരു ദിവസത്തില് ആ പെണ്ണിന്റെ വീട്ടിലേക്ക് ഫുളൈൽ അവിടെ അതിക്രമിച്ച് കയറുകയാണ്. ആ സുന്ദരിയായ ചെറുപ്പക്കാരിയായ പെണ്ണിന്റെ വീടിന്റെ അകത്ത് അതിക്രമിച്ച് കയറി. എന്നിട്ട് പറയുന്ന, പെണ്ണേ, ഇപ്പൊ നമ്മൾ രണ്ടുപേരുമേ ഉള്ളൂ, കാണാൻ ഒരാള് പോലുമില്ല. എന്റെ ആഗ്രഹമൊന്ന് സാധിപ്പിച്ചതോ, നിന്നെ ഞാൻ വെറുതെ വിടോ? ആ പെണ്ണ് വഴങ്ങാതെ വന്നപ്പോ ഫുളൈൽ ഇബ്നു ഇയാദ് ആ പെണ്ണിനെ അവിടെ ബലാത്സംഗം ചെയ്യുകയാണ്, റേപ്പ് ചെയ്യുകയാണ്. അതാ ആരോഗ്യവാനായ ഫുളൈൽ ആ പാവപ്പെട്ട പെണ്ണിന്റെ വസ്ത്രങ്ങൾ വലിച്ചു കീറുകയാണ്. അവളെ ശാരീരികമായി ബന്ധപ്പെടുന്നതിന് വേണ്ടി കീഴ്പ്പെടുത്തിയിട്ട് ആ പെണ്ണിന്റെ 2 കാലുകൾക്കിടയിലേക്ക് പോയിരിക്കുകയാണ്. വ്യഭിചരിക്കാൻ പോകുമ്പോ പെണ്ണ് നിലവിളിക്കുന്നുണ്ട്, തള്ളി മാറ്റാൻ നോക്കുന്നുണ്ട്. പടച്ചവനെ, എന്ത് ചെയ്തിട്ടും ഫുളൈൽ അവിടെ നിന്ന് സമ്മതിക്കുന്നില്ല. അങ്ങനെ അതാ ഫുളൈൽ വ്യഭിചരിക്കാൻ പോകുമ്പോ അടുത്ത വീട്ടിലിരുന്നൊരു ഉമ്മ ഖുർആൻ ഓതുകയാ. അടുത്ത വീട്ടിലിരുന്നിട്ട് ഒരു പ്രായം ചെന്ന മാതാവ് ഖുർആൻ ഓതുകയാ. എന്താ ഓതുന്നതെന്നറിയുമോ? അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഈ ആയത്തങ്ങ് കേൾക്കുമ്പോ നിലവിളിച്ച പെണ്ണ് മിണ്ടുന്നില്ല, പിടിച്ചു തള്ളിയ പെണ്ണനങ്ങുന്നില്ല. ആ പെണ്ണ് കരയുകയാണ്. ആ പെണ്ണിന്റെ കണ്ണിങ്ങനെ നിറയുകയാണ്. ഫുളൈലിന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. നിലവിളിച്ച പെണ്ണ് മിണ്ടുന്നില്ല. വിടണേ എന്ന് പറഞ്ഞ് കൈകാലടിച്ച പെണ്ണനങ്ങുന്നില്ല. ഫുളൈൽ ചോദിച്ചു, നീ സമ്മതിച്ചതാണോ? ഞാൻ ചെയ്യാൻ സമ്മതിച്ചതാണോ? ആ സമയത്ത് ആ പെണ്ണിങ്ങനെ ഫുളൈലിന്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ സങ്കടത്തോടെ അവിടുന്ന് കരയുമ്പോ ഫുളൈൽ ചോദിക്കുന്നു, പെണ്ണേ, എന്തിനാ നീ കരയുന്നത്? എന്തിനാ നീ എന്നെ നോക്കുന്നത്? നിലവിളിക്കുന്നില്ലല്ലോ, കൈകാലുകളിട്ട് ചവിട്ടുന്നില്ലല്ലോ, എന്താണ് നീ എന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിച്ചപ്പോ ആ പെണ്ണ് ചോദിക്കുന്നു, ഫുളൈലേ, അല്ലാഹു ചോദിക്കുന്നത് കേട്ടില്ലേ?
അല്ലാഹു ചോദിക്കുന്നത് കേട്ടില്ലേ? അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. നന്നാകാ സമയമായില്ലേടാ ഫുദൈല്? ഒരുപാട് ആസ്വദിച്ചില്ലേ? ഒരുപാട് വ്യഭിചരിച്ചില്ലേ? ഒരുപാട് സുഖിച്ചില്ലേ? നിർത്താറായില്ലേ ഫുദൈല്? അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഫുദൈലിന്റെ ഹൃദയത്തിൽ തറച്ചടാ ചെറുപ്പക്കാരാ. കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവായി നടന്ന ഫുദൈലിന്റെ ഹൃദയത്തിൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് പടന്ന് തറയ്ക്കുകയാണ്. ഫുദൈലിന്റെ കണ്ണ് നിറയുകയാണ്. ഫുദൈലിന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. ആ പെണ്ണിന്റെ വീടിന്റെ അകത്ത് നിന്ന് നിറകണ്ണുകളോട് ഫുദൈൽ ഇബ്നു ഇയാദ് ഇറങ്ങിപ്പോയി. അവസാനം ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല ലോകമറിയുന്ന മഹാനായി മാറിയെന്ന ചരിത്രം പറയുമ്പോ നമ്മളും കേൾക്കാറില്ലേ? ഒരായത്തല്ലല്ലോ, 1000 ആയത്ത് കേൾക്കുന്നല്ലോ. എത്ര ദിവസമായുള്ള ആളെ മുറൂസ് തുടങ്ങിയിട്ട് ഓരോ ദിവസവും 2 ഉസ്താദന്മാരുടെ പ്രഭാഷണമാ. പടച്ചവനെ എത്ര ആയത്തുകൾ കേട്ടവരാ, എത്ര സൂറത്തുകൾ കേട്ടവരാ, എത്ര ഹദീസ് കേട്ടവരാ. എന്നിട്ടും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മാറ്റം വരുന്നില്ലല്ലോ. പേടിക്കണം മുസ്ലിമേ, പേടിക്കണം പെങ്ങള്. മൊബൈലിന്റെ ഉള്ളറകൾ മുഴുവനും പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളും ഉസ്താദന്മാരുടെ പ്രഭാഷണങ്ങളും. ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ വഅദില്ലാത്ത പെണ്ണിന്റെ മൊബൈലില്ലല്ലോ. എത്രയോ ചെറുപ്പക്കാരുണ്ട് വഅദ് കേൾക്കുന്ന. എന്നാ ചെറുപ്പക്കാരാ, ആ പ്രഭാഷണത്തിന്റെ ഇടയിൽ ബറക്കത്തിന് വേണ്ടി നീ വൃത്തികേടുകൾ കൊണ്ട് നടക്കുന്നവനല്ലോ. മക്കളെ, എന്തെല്ലാം വൃത്തികേടുകളാണ് ആ മൊബൈലിലുള്ളത്. വഅദും കേൾക്കും, ആ വൃത്തികേടും കാണും. ഇതെന്ത് ജീവിതമാ ചെറുപ്പക്കാരാ? എന്റെ പെങ്ങന്മാരോട് പറയുകയാ, ഖുർആൻ ഓതി കളഞ്ഞു തീർക്കാനുള്ളതല്ല. ഓതുന്നതൊരായത്താണോ? ഓതുന്നതൊരായത്താണോ? അത് ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ആയത്താകണം സഹോദരാ. അല്ലാഹു പറയുന്നത് എന്താണെന്ന് ചിന്തിക്കണേ. അല്ലാഹു പറയുന്നത് എന്താണെന്നും ആലോചിക്കണേ. എന്നിട്ട് നിന്റെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരാ തയ്യാറാകണേ. അല്ലാഹുവേ, ഖുർആൻ പാരായണം ചെയ്യുമ്പോ അതിന്റെ അർത്ഥം മനസ്സിലാക്കി ഓതാ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, പരിശുദ്ധമായ ഖുർആനിൽ നമ്മളോട് പറയാനുള്ള 5 കാര്യങ്ങളാണ് ഖുർആനിൽ നമ്മളോട് പറയാനുള്ളത്. ആ 5 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്താ? മുസ്ലിമേ, വെറുതെ പാരായണം ചെയ്താ പോരാ, പറയുന്നത് ചിന്തിക്കണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വെറുതെ ഇങ്ങനെ ഓതി തീർത്തിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ഒരുപാട് ഖത്തം ഓതി, ഞാൻ ഒരുപാട് സൂറത്തുകൾ കാണാതെ പഠിച്ചു വെച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഓതുമ്പോ ആ പറയുന്നത് എന്താണെന്ന് ചിന്തിക്കണം. അതൊരായത്താണെങ്കിലും ഒരു സൂറത്താണെങ്കിലും അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയണം. ഒന്നുമില്ലെങ്കിലും അത് ഖുർആനാണെന്നുള്ള ബോധമെങ്കിലും നമുക്കുണ്ടാകണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതാണ് പറഞ്ഞത്, ഖുർആൻ തൊടുമ്പോൾ പോലും ഉദവെടുക്കണം. കിബിലയുടെ നേരെ ഇരുന്ന് വേണം പാരായണം ചെയ്യാൻ. ഖുർആൻ ഓതുന്നതിൻ്റെ ഇടയിൽ സംസാരിക്കാൻ പാടില്ല. അങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ട് ഖുർആനുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് ഖുർആനിനെ നമ്മൾ ആദരിക്ക്, ബഹുമാനിക്ക്. അതിങ്ങനെ പാരായണം ചെയ്യുമ്പോൾ ഉസ്താദന്മാർക്ക് പിരിക്കാനുള്ളതൊന്നുമല്ല ഖുർആൻ. അത് എല്ലാവർക്കും ഒരു മാർഗദർശനമായി, ഒരു വെളിച്ചമായി അള്ളാഹു ഇറക്കിയതാണ് ഖുർആൻ. അപ്പൊ ആ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ പടച്ചവനെ ഓതുന്നത് ഖുർആനാണെന്നുള്ള ഏറ്റവും കുറഞ്ഞ ഒരു ബോധമെങ്കിലും നമുക്ക് ഉണ്ടാകണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അതിനെ ബഹുമാനിക്കാതിരുന്നാൽ, അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ ഇരുന്നാൽ അള്ളാഹു നമ്മുടെ ചെവി അടയ്ക്കും, നമ്മുടെ ഹൃദയം അള്ളാഹു സീല് വെക്കും. വഇൻ തദഉഹും മിനൽ ഹുദാ ഫലൻ യഹ്തദു ഇദൻ അബദാ. പിന്നെ എത്ര വാഴ് കേട്ടിട്ടും കാര്യമില്ല, നിന്റെ മുമ്പിൽ എന്തെല്ലാം കൊണ്ടുവന്ന് കാണിച്ചു തന്നിട്ടും കാര്യമില്ല, നിന്റെ ഹൃദയത്തിലേക്ക് ഈമാനിന്റെ വെളിച്ചം കയറൂല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ തന്നെ പലതും പറയുമ്പോൾ നമ്മൾ ചോദിക്കും, ഇവന് മരിക്കേണ്ടവനാണെന്നുള്ള പേടിയൊന്നുമില്ലേ? എടോ, ഈ മക്കാമി കിടക്കുന്ന സയ്യിദ് മദനി ഉപ്പ അള്ളാഹു ഇവിടുത്തെ ബർസഖയായി ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഈ തങ്ങളുപ്പാനൊക്കെ കുറ്റം പറയണവരില്ലേ, കളിയാക്കുന്നവരില്ലേ, ബഹുമാനിക്കാത്തവരില്ലേ, ഇതിനെയൊക്കെ പരിഹസിക്കുന്നവരില്ലേ? ഇത് കാണുമ്പോൾ നമ്മൾ ചോദിക്കും, ഇവൻ എന്ത് മനുഷ്യനാ?
ഇവന് മരണവും ഖബറും നരകവും പരലോകവും ഒന്നും വിശ്വാസമില്ലല്ലോ. അവൻ എന്നാ വിശ്വാസമാണോ? അവൻ എന്തൊക്കെ നീ ഇനി കാണിച്ചു കൊടുത്താലും അവൻ ഒരിക്കലും നന്നാകില്ല. കാരണം എന്തേ? അള്ളാഹു അവനെ എഴുതി തെള്ളിക്കളഞ്ഞു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നീ അവനെ നന്നാക്കാൻ പറഞ്ഞ് നിന്റെ സമയം കളയണ്ട, ഓന്റെ പുറകിൽ നടന്ന് നിന്റെ സമയം കളയണ്ട. നീ ആദ്യം നന്നാകാൻ നോക്ക്. നമ്മൾ ലോകം നന്നാക്കണ്ട, ആദ്യം നന്നാകേണ്ടത് നമ്മളാ. നമ്മൾ നന്നായിട്ട് നമ്മുടെ ഭാര്യയെ നന്നാക്കണം. നമ്മുടെ ഭാര്യ നന്നായാൽ നമ്മുടെ മക്കൾ നന്നാകും, നമ്മുടെ വീട് നന്നാകും. ആദ്യം നമുക്കും നമ്മുടെ വീട്ടിലും ദീൻ ഉണ്ടാക്കാൻ പരിശ്രമിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാതെ ഇങ്ങനെ നടന്നിട്ട് കാര്യമൊന്നുമില്ല. ചിലരെ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, ചിലരെ നന്നാക്കാനൊന്നും കഴിയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചിലരുടെ സ്വഭാവം കണ്ടാൽ പിന്നെ എന്താണ് നീ ആലിച്ചു പോകും. ശൈത്താനിനെക്കാളും വലിയ ശൈത്താന്മാരുടെ കാലമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇബിലീസിനെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഇബിലീസിനെ കുറിച്ച് എപ്പോഴും പറയാം, ഇബിലീസിനെക്കാളും വലിയ ഇബിലീസുകൾ ജീവിച്ചിരുന്ന കാലമാണ്. ഏതാണ് ഇബിലീസ് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റുക. നമ്മൾ ചരിത്രം പറയാറുണ്ട്. നാളെ നരകത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഇബിലീസ് ഒരു പ്രഭാഷണം നടത്തും. തന്റെ അനുയായികളോട് ഇബിലീസ് ഒരു പ്രസംഗം നടത്തും. അങ്ങനെ പ്രസംഗമെല്ലാം നടത്തിയിട്ട് നീ പൊക്കോ ഓരോരുത്തരിങ്ങനെ നരകത്തിലേക്ക് കയറ്റിവിടുക. അപ്പൊ ഇബിലീസ് ഇങ്ങനെ ഇരിക്കുമ്പോ സാക്ഷാൽ ഫിർഔൻ ഇങ്ങനെ നടന്നു വരുമെന്ന്. ആര് നടന്നു വരും? അവന്റെ പേര് പറയുമ്പോ എന്തോ പറയണ്ടേ? പിന്നെന്താ ഉണ്ടായിരിക്കണേ? ആ ഫിർഔൻ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അപ്പൊ ഇബിലീസ് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേക്കും അത്രേ. ഗുരുവിനെ കാണുമ്പോൾ ശിഷ്യനെ കാണുമ്പോൾ ഗുരു എഴുന്നേക്കുന്നതല്ല, ഗുരുവിനെ കാണുമ്പോൾ ശിഷ്യന്മാർ എഴുന്നേക്കുന്നത് പോലെ ഇബിലീസ് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് നിൽക്കും. അപ്പൊ ഫിറൗൻ ചോദിക്കും, എന്നെ എന്താ കളിയാക്കുവാണോ? എന്നെ നീ കളിയാക്കിയതാണോ? എടാ, എന്നെ പിഴപ്പിച്ചത് നീയാടാ, എന്നെ ഇങ്ങനെ ആക്കിയത് നീയാ, എന്നിട്ട് നീ എന്നെ കാണുമ്പോ കളിയാക്കുന്നു എന്നെ. അപ്പൊ ഇബിലീസ് പറയും അത്രേ, നിന്നെ പിഴപ്പിച്ചത് ഞാനാ, ഈ നരകത്തിൽ കിടക്കുന്ന എല്ലാവരെയും പിഴപ്പിച്ചത് ഞാനാ, ഞാൻ സമ്മതിച്ചു. പക്ഷെ എന്നാലും നീ സാധാരണ ആളല്ല. അപ്പൊ ഫിറൗൻ ചോദിക്കുക, അതെന്തേന്ന്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബിലീസ് ആരോടെങ്കിലും ഞാനാണ് അള്ളാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലേ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? ഇബിലീസ് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ അള്ളാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലേ? ആര് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ റബ്ബാണെന്ന്? അന്ന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് റബ്ബെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? അപ്പൊ ഇതിലെ ഏറ്റവും വലിയ ശൈത്താൻ ഏതാ? ചിന്തിക്കേണ്ടത് അവിടെ. ഇവിടത്തെ ഏറ്റവും വലിയ ശൈത്താൻ ആരാ? ഇതിലെ ഏതാണ് ഏറ്റവും വലിയ ശൈത്താൻ എന്ന് തിരിയണില്ല. അവന്റെ പ്രേതം ഇപ്പോഴും ഉണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.